യെസ്, എന്തായാലും വലിയ തിരിച്ചടി അവിടെ കോൺഗ്രസും RJDയും നേരിട്ടു എന്നുള്ളത് കൂടിയാണ്. എന്തായാലും കൃത്യമായ പ്ലാനിങ്ങോടെ നടത്തിയ പദ്ധതികൾ അവിടെ പൂർണ്ണമായ വിജയത്തിലെത്തിക്കാൻ NDA സഖ്യത്തിന് കഴിഞ്ഞിരിക്കുന്നു. അത് BJPയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും JDUവിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും കൃത്യമായ പ്ലാനിങ്ങോടെ തന്നെ അവർ മുന്നോട്ട് നീങ്ങിയിരിക്കുന്നു. അതിന്റെ ഒരു ഫലം ബീഹാർ റിസൾട്ടിൽ കാണാനുമുണ്ട് എന്നുള്ളത് കൂടിയാണ്. സജു തോമസ് കൂടിയുണ്ട്. സജു, ഇതിലേറ്റവും പ്രധാനം ഇടത് പാർട്ടികൾ കഴിഞ്ഞ തവണ 12 സീറ്റുകളിൽ വിജയിച്ചിരുന്ന ഇടത് പാർട്ടികൾ ഇപ്പോൾ 7 സീറ്റുകളിൽ മാത്രമാണ് CPI-ML അടക്കമുള്ള പാർട്ടികൾ ലീഡ് ചെയ്യുന്നത്. പക്ഷേ ഇതിലൊരു വിരോധാഭാസമുള്ളത് ഇടത് കോട്ടകളിൽ പല സീറ്റുകളിലും ലീഡ് ചെയ്യുന്നത് BJP ആണ് എന്നുള്ളത് കൂടിയാണ്. ജിൽസി, അത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇടതു പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ ജനസമ്മതിയുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് CPI-ML ആണ്. CPI-ML കഴിഞ്ഞ വർഷത്തെക്കാളും മെച്ചമുണ്ടാക്കുമെന്നാണ് ആദ്യഘട്ടത്തിൽ ഈ നമ്മൾ പ്രചരണ മുഖത്തേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയത്. പക്ഷേ അതിന് വിപരീതമായിട്ടാണ് ഫലം വന്നിരിക്കുന്നത്. ഈ മേഖലകളിൽ പോലും BJPക്ക് മേൽക്കൈ നേടി എന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ അത് ഏറ്റവും പ്രധാനം നമ്മൾ കാണേണ്ടത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഈ 2010 ട്രെൻഡ് തന്നെ ഇവിടെ ആവർത്തിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ ഇപ്പോൾ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് മഹാരാഷ്ട്രയ്ക്ക് സമാനമായി തന്നെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പണം നൽകുന്നു, ജനകീയ പ്രഖ്യാപനങ്ങളിലൂടെ ഈ വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. അത് വോട്ടർമാർ കൃത്യമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബീഹാറിലെ ജനങ്ങളുടെ ശോചനീയാവസ്ഥ തന്നെയാണ്. അവരുടെ വീടുകളുടെ അവസ്ഥ, അവരുടെ ഗ്രാമങ്ങളുടെ അവസ്ഥ, അതോടൊപ്പം തന്നെ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവർ നേരിടുന്നുണ്ട്. അങ്ങനെ ഈ പ്രശ്നങ്ങൾ നേരിടുന്ന മനുഷ്യർക്കുടെ അക്കൗണ്ടിലേക്ക്, അതുപോലെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ നൽകുക എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു ഉപകാരമാണ് അവർക്ക്. പ്രത്യേകിച്ച് 3 കോടിയിലധികം ജനങ്ങളാണ് അവിടെ പുറത്തുള്ളത്. ഈ പുറത്തുള്ള 3 കോടിയിലധികം യുവാക്കളും അതോടൊപ്പം തന്നെ അതായത് പുരുഷന്മാരാണ് മറ്റു സംസ്ഥാനങ്ങളിൽ വന്ന് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ നൽകുക എന്ന് പറയുമ്പോൾ അവിടെ ആകെ ഒരു മാസം തൊഴിലെടുത്താൽ അവർക്ക് മാക്സിമം കിട്ടാൻ പോകുന്ന പൈസ അല്ലെങ്കിൽ കിട്ടുന്ന പൈസ പലരും നമ്മുടെ അടുത്ത് പറഞ്ഞത് 5,000-6,000 രൂപയാണ്. ഒരു മാസം 8-9 മണിക്കൂർ വെച്ച് പണിയെടുക്കുമ്പോൾ ഒരു മാസം അവർ കിട്ടുന്നത് 5,000-6,000 രൂപ. നമുക്ക് ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമാണ്. അപ്പോൾ അവരുടെ അക്കൗണ്ടിൽ ഒറ്റ തവണയായിട്ട് 10,000 രൂപ വരിക എന്ന് പറയുന്നത് അവർക്ക് പ്രതീക്ഷിച്ചതിനപ്പുറമാണ്. അവർക്ക് BJP കൊടുത്ത വാഗ്ദാനം അവർ പാലിച്ചു. ആദ്യ 2 മാസത്തെ ഗഡു അവർക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അത് ഇനിയും തുടരും. അല്ലെങ്കിൽ ഇതിലും വലിയ പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. അതെന്തായാലും വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ആ പ്രചരണങ്ങൾക്കുപരിയായിട്ട് അവിടുത്തെ ജനകീയ വിഷയങ്ങൾ ഉന്നയിക്കുന്നതിൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ RJD പരാജയപ്പെട്ടു. ആ പരാജയമാണ് ഈ ദയനീയ തോൽവിയിലേക്ക് മഹാസഖ്യത്തെ അവിടെ കൊണ്ടെത്തിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഇടതു പാർട്ടികൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ CPI, CPM, CPI-ML ഇതിൽ ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു പാർട്ടി എന്ന് പറയുന്നത് CPI-ML ആണ്. CPI-MLന് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. 4 സീറ്റുകൾ വീതമാണ് CPI-M അതുപോലൊപ്പം തന്നെ CPI-M മത്സരിച്ചത്. പക്ഷേ ബലം വരുമ്പോൾ അവർക്കൊന്നും ഒരു സീറ്റുകൾ പോലും നേടാനോ എങ്ങും ലീഡ് ചെയ്യാനോ ആയിട്ടില്ല. ബലം വരുമ്പോൾ 4 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നത് CPI-ML ആണ്. ആ ഒരു സ്ഥിതി തുടരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ മുൻപ് സൂചിപ്പിച്ചത് തന്നെയാണ്. BJP അല്ലെങ്കിൽ NDA സർക്കാർ മുൻപോട്ട് വെച്ച ജനകീയ വിഷയങ്ങൾ അത് ജനങ്ങൾ ഏറ്റെടുത്തു. അവർക്ക് ലഭിച്ച ഫ്രീ ബീസ് അത് അവർ ഉപയോഗപ്പെടുത്തി അവർ BJPക്കും NDAക്കും വോട്ട് നൽകി.